ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് എള്ളുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്മയും മകളും കൂടെയാണ് ഇന്ന് എള്ളുണ്ട ഉണ്ടാക്കുന്നത്. എള്ളുണ്ട ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് എള്ളെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു 150 ഗ്രാം എള്ളുണ്ട്. തീ നിർത്തിയാരെ. ഇനി ഇത് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. എള്ള് വറുത്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി എടുത്തൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയണ്ട, കുറച്ചൊന്ന്. ഇത് പൊടിക്കുമ്പോൾ ഇതെല്ലാം ഈ പൊടിയെല്ലാം കൂടി അടപ്പിൻ്റെ ഇതിലെല്ലാം കയറും. അതിനെ നമുക്കൊരു കവർ ഇട്ടിട്ട് അടയ്ക്കാം. നമുക്ക് നമ്മൾ പൊടിച്ച എള്ളും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി മധുരം വേണ്ടല്ലോ. കുറച്ച് മധുരം കുറച്ച് മതിയായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളുണ്ടക്കകത്ത് തേങ്ങ ഒന്നും ചേർക്കത്തില്ല. തേങ്ങ ചേർത്ത് എളുപ്പം നടുക്കായി പോലെ. ഇതിപ്പം നമ്മൾ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് തേങ്ങ ചേർത്ത്. ബാക്കിയുള്ള കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ആരാ ടേസ്റ്റ് നോക്കുന്നേ? കുഞ്ഞെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം നമുക്ക്. എങ്ങനെയുണ്ട് കുഞ്ഞി? കൊള്ളാം, കഴിച്ചു. അപ്പം ഞാനും കൂടെ ഒന്നും കഴിച്ചു നോക്കട്ടെ. ശർക്കരപ്പാനി ഇച്ചിരി ചൂടോടെ ഒഴിക്കണമായിരുന്നു. അപ്പോഴേ നല്ല കട്ടിയായിട്ട് വരുവുള്ളായിരുന്നു. നമ്മുടെ തണുത്തു പോയില്ലേ, അതുകൊണ്ടാണ്. ഇരുമ്പോ കട്ടിയാവുമല്ലോ. അതിന്റെ ടേസ്റ്റൊക്കെ ഉണ്ട്, മധുരമുണ്ട്.